നമസ്കാരം. വാർത്തകളിലേക്ക്. വോട്ടെണ്ണൽ കാത്ത് കേരളം. നാട്ടങ്കത്തിൽ ആര് ജയിക്കുമെന്നറിയാൻ ഇനി അല്പസമയത്തെ കാത്തിരിപ്പ്. വോട്ടെണ്ണൽ 8 മണി മുതൽ ആരംഭിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും വോട്ടെണ്ണൽ. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. കോവിഡ് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. ഭരണവിവാദങ്ങൾ പ്രതിഫലിച്ചില്ലെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. എന്നാൽ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും തിരിച്ചുവരുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. ചില മേഖലകളിൽ ശക്തി തെളിയിക്കാനാകുമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്പോൾ ന്യൂസ് 18ലൂടെ കൃത്യതയോടെ അറിയാൻ സാധിക്കും. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും. റിപ്പോർട്ടർമാരിലേക്ക് പോവുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് VV അരുണാണ് നമുക്കൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലാണ് അരുൺ ഉള്ളത്. അരുൺ, 3 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസമാണ് ഇന്ന്. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണുള്ളത്? കഴിഞ്ഞ തവണത്തെ പോസ്റ്റൽ വോട്ടിന് സമാനമായി ഇപ്പോൾ സ്പെഷ്യൽ ബാലറ്റുകൾ കൂടിയുണ്ട്. എങ്ങനെയാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്? വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതുപോലെ ആദ്യം തപാൽ വോട്ടുകൾ തന്നെയാകും എണ്ണുക. പക്ഷേ ഇത്തവണത്തെ തപാൽ വോട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് സർവീസ് വോട്ടുകൾ മാത്രമല്ല, കോവിഡ് ക്വാറന്റൈനിലുള്ളവർക്കും കോവിഡ് രോഗികൾക്കും ഇത്തവണ തപാൽ വോട്ടിനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പോസ്റ്റൽ ബാലറ്റുകളുടെ തപാൽ വോട്ടുകളുടെ എണ്ണം കൂടുതലുണ്ട്. രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പ് വരെയുള്ള തപാൽ വോട്ടുകൾ പരിഗണിക്കും. അതായത് കൗണ്ടിംഗ് സെന്ററുകളിൽ തപാൽ വോട്ടുകൾ എണ്ണാനായി പരിഗണിക്കും. 2.5 ലക്ഷത്തിലേറെ തപാൽ വോട്ടുകൾ ഉണ്ട് എന്നാണ് ഏകദേശ കണക്ക്. എത്രത്തോളം 2 ലക്ഷത്തോളം തപാൽ വോട്ടുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു, എത്രത്തോളം തിരികെ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും കുറഞ്ഞത് 2 ലക്ഷം തപാൽ വോട്ടുകളെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തവണ തപാൽ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകും. പക്ഷേ ഓരോ വാർഡിലും 20 കൂടുതൽ തപാൽ വോട്ടുകൾ ഉണ്ടാകില്ല എന്ന വിലയിരുത്തലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. 8 മണിക്ക് ആദ്യം എണ്ണുക തപാൽ വോട്ടുകളാണ്. തപാൽ വോട്ടുകൾ പൂർണ്ണമായും എണ്ണിത്തീർന്ന ശേഷമാകും EVM-ലേക്ക്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലേക്ക് എണ്ണൽ കടക്കുക. 8:30യോടുകൂടി ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 11 മണിയോടുകൂടി തന്നെ കോർപ്പറേഷനുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ഏകദേശ ചിത്രം വ്യക്തമാകും. ഉച്ചയോടുകൂടി വോട്ടെണ്ണൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. വിപുലമായ സന്നാഹങ്ങൾ, 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. അവിടെ നിന്ന് വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ആ സമയം തന്നെ കൃത്യമായ വിവരങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ട്രെൻഡ് എന്ന സോഫ്റ്റ്വെയർ മുഖേനയാണ് അതിനുള്ള സംവിധാനം. ന്യൂസ് 18ലൂടെയും തത്സമയം തെരഞ്ഞെടുപ്പ് ഫലം അറിയാം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ക്രമീകരണങ്ങൾ ഇപ്രകാരമാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷം വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുക്കും. അരമണിക്കൂറിനുള്ളിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരുമെന്ന പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവയ്ക്കുന്നത്. ത്രിതല പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണുന്നത് ബ്ലോക്ക് തലത്തിലാണ്. അതത് വിതരണ സംഭരണ കേന്ദ്രങ്ങളുണ്ട്. പോളിംഗ് സാമഗ്രികൾ ഉൾപ്പെടെ വിതരണം ചെയ്ത ഇപ്പോൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടെയാണ് ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് ഒരു കൗണ്ടിംഗ് ഹാളും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രത്യേക കൗണ്ടിംഗ് ഹാളും ഉണ്ടാകും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഓരോ ഭരണാധികാരികൾക്ക് പ്രത്യേകം കൗണ്ടിംഗ് ഹാളും ചുമതലയും ഉണ്ടാകും. ഉദാഹരണത്തിന് 100 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 4 ഭരണാധികാരികളാണ് ഉള്ളത്. ഒരു വാർഡിലെ വോട്ടുകൾ ആദ്യം എണ്ണുമ്പോൾ അവിടെ 8 ബൂത്തുകളിലെ 8 ബൂത്തുകൾ വരെയുള്ള വോട്ടുകൾ എണ്ണാം. അതിനുള്ള ടേബിളുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 8 ബൂത്തുകൾക്ക് ഒരു ടേബിൾ. ഈ രീതിയിലാണ് കൗണ്ടിംഗ് ടേബിളുകൾ സജ്ജീകരിക്കുക. ഒരു വാർഡിൽ 8 ബൂത്ത് വരെ ഉണ്ടാകും. അതായത് ടേബിളുകളുടെ എണ്ണത്തിനനുസരിച്ച് മാത്രമേ സ്ട്രോങ് റൂമിൽ നിന്ന് മെഷീനുകൾ ഈ കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അരുൺ, ഇക്കാര്യത്തിൽ ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ് എന്ന് സൂചിപ്പിച്ചല്ലോ. സ്പെഷ്യൽ ബാലറ്റിൽ ക്രമക്കേടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഫലത്തിൽ കൂട്ടരുത് എന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഈ പരാതിയും നൽകിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതായി വന്നിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ വോട്ടുകൾ കണക്കാക്കുക? ആ പരാതി ഇന്നലെ BJP ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. പക്ഷേ പോസ്റ്റ് വോട്ടുകൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കാതിരിക്കാൻ
സാധ്യതയില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണക്ക് മാത്രം എടുത്താൽ ഇവിടെ ഫലം വന്നത് സമനിലയിലായ വാർഡുണ്ട്. മണ്ണന്തലയിൽ സമനിലയിലായിരുന്നു. അത് ആദ്യ സ്ഥാനത്ത് വന്ന 2 സ്ഥാനാർത്ഥികൾ തുല്യ വോട്ട്. അവിടെ ടോസ് വേണ്ടി വന്നു. മഞ്ചൂർ വാർഡിൽ 3 വോട്ടിന് CPM സ്ഥാനാർത്ഥി ജയിക്കുന്ന അനുഭവമുണ്ടായി. അതുപോലെ എസ്റ്റേറ്റ് വാർഡിൽ 1 വോട്ടിന് CPM സ്ഥാനാർത്ഥി ജയിക്കുന്ന അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര നേർത്ത മാർജിനാണ് പലയിടങ്ങളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാലറ്റ് ഒരുപക്ഷെ ഈ ഓരോ വാർഡിലെയും വിധി നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ മാറ്റിവെക്കുക എന്ന BJPയുടെ ആവശ്യത്തോട് അനുകൂല പ്രതികരണം, അനുകൂല സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകാനിടയില്ല. BJP വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പോസ്റ്റൽ ബാലറ്റിൽ ക്രമക്കേടുണ്ട്. പക്ഷേ ആ പോസ്റ്റൽ ബാലറ്റ് ഫലം നിശ്ചയിക്കുക വളരെ ചുരുങ്ങിയ വോട്ടിൽ ജയിക്കുന്ന മാർജിൻ ജയിക്കുന്ന വാർഡുകളിലായിരിക്കും. അവിടെ ഒരുപക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പ് കേസിലേക്ക് മറ്റും പോകാൻ ഇടയുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. പോസ്റ്റൽ ബാലറ്റുകൾ പരിഗണിക്കാതെ മാറ്റിവെക്കാനുള്ള സാധ്യതയും വിരളമാണ്. ശരി, തുടരുക അരുൺ. മറ്റ് റിപ്പോർട്ടർമാരിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ N. ശ്രീനാഥ് ഉണ്ട്. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപത്തുള്ള കൗണ്ടിംഗ് സെന്ററിലാണ് ശ്രീനാഥ് ഉള്ളത്. ശ്രീനാഥ്, കൊച്ചി തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കോർപ്പറേഷൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ LDF ഒക്കെ അവിടെ വലിയ രീതിയിലുള്ള പ്രചാരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ വോട്ടിംഗിന്റെ സമയം തുടങ്ങാൻ പോവുകയാണ്. വോട്ടെടുപ്പിനുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? രേണുക സൂചിപ്പിച്ചതുപോലെ 3 മുന്നണികളും അതിശക്തമായ മത്സരം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പായിരുന്നു എറണാകുളം ജില്ലയിലേത്. ഇപ്പോൾ ഞാൻ എറണാകുളം കോർപ്പറേഷനിലെ വോട്ടെണ്ണുന്ന മഹാരാജാസ് കോളേജിലെ കൗണ്ടിംഗ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള ടേബിളുകളെല്ലാം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു ടേബിളിൽ രണ്ട് ഡിവിഷനുകളിലെ വോട്ടുകൾ വീതമായിരിക്കും എണ്ണുക. ആദ്യം ഒരു ഡിവിഷനിലെ വോട്ടെണ്ണം, അതിനുശേഷമായിരിക്കും അടുത്ത ഡിവിഷനിലെ വോട്ടുകൾ എണ്ണുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടപടികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം നോർത്ത് ഐലൻഡ് അവിടെയാണ് ഏറ്റവും കുറച്ച് വോട്ട് ഉള്ള ഡിവിഷൻ. അതായത് 650ഓളം വോട്ടുകൾ മാത്രമാണ് അവിടെ പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഫലമായിരിക്കും ആദ്യം പുറത്തു വരിക. N. വേണുഗോപാൽ നേരത്തെ GCDA ചെയർമാനായിരുന്ന KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന N. വേണുഗോപാൽ അവിടെയാണ് മത്സരിക്കുന്നത്. ഒരുപക്ഷെ ആ വാർഡിലെ ഫലം, ആ ഡിവിഷനിലെ ഫലമായിരിക്കും ഏറ്റവും ആദ്യം പുറത്തു വരിക. കടയഭാഗം എന്ന് പറയുന്ന മറ്റൊരു ഡിവിഷൻ, അവിടെ 6000-ലധികം വോട്ടുകളുണ്ട്. അവിടെ ആയിരിക്കും ഏറ്റവും അവസാനം ഫലം പുറത്തു വരിക. കാരണം അവിടെ വോട്ടെണ്ണൽ വളരെ വൈകാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമ കൊച്ചി പ്രദേശത്തെ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. 1 മുതൽ 8 വരെ ഡിവിഷനുകളിലെ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. അതുകൊണ്ട് തന്നെ പശ്ചിമ കൊച്ചിയിലെ ഫലം ഏറ്റവും പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. പശ്ചിമ കൊച്ചി സാധാരണഗതിയിൽ CPM-ന് അനുകൂലമായ, LDF-ന് അനുകൂലമായ ഒരു പ്രദേശമാണ്. ഇത്തവണ അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ, ഗതിമാറ്റമുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ ആദ്യ ഫലസൂചനകൾ തന്നെ ഏറ്റവും നിർണായകമായിരിക്കും. ഏതായാലും 10 വർഷത്തിന് ശേഷം കോർപ്പറേഷനിലേക്ക് ഭരണമാറ്റം ഉണ്ടാകണമെന്നൊരു ആഗ്രഹത്തിലാണ് LDF ഇത്തവണ മത്സരിച്ചിരിക്കുന്നത്. UDF അവരുടെ തുടർച്ചയായ 3ാമത്തെ ഭരണം ഹാട്രിക് വിജയത്തിനായുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയും ഇത്തവണ ഒരു 4 സീറ്റെങ്കിലും ഇത്തവണ കോർപ്പറേഷനിൽ പിടിക്കണം, മറ്റെല്ലായിടത്തും വോട്ടിംഗ് ശതമാനം ഉയർത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മത്സരിക്കുന്നത്. V4 കൊച്ചി എന്ന രാഷ്ട്രീയേതര സംഘടനയും ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏതായാലും അതിശക്തമായ മത്സരമാണ് കൊച്ചി നടന്നിരിക്കുന്നത്. അത് എണ്ണാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യമെടുത്താൽ മറ്റ് ത്രിതല പഞ്ചായത്തുകളുടെ വോട്ടുകൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് എണ്ണുന്നത്. മുനിസിപ്പാലിറ്റി വോട്ടുകൾ അതാത് മുനിസിപ്പാലിറ്റികളിൽ, അതാത് നഗരസഭാ കേന്ദ്രങ്ങളിലായിരിക്കും എണ്ണുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. N. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്കാണ്. അവിടെ മുഹമ്മദ് ഷഹീദ് ഉണ്ട്. കോർപ്പറേഷൻ കൗണ്ടിംഗ് സെന്ററിൽ നിന്നാണ് മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം ചേരുന്നത്. ഷഹീദ്, വലിയ നിയന്ത്രണങ്ങളിലാണ് കോഴിക്കോട് ഇപ്പോഴുള്ളത്. ആ നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് വോട്ടെണ്ണലിനും തുടങ്ങാനിരിക്കുന്നത്. കൗണ്ടിംഗ് സെന്ററിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഇത്തവണ കോവിഡിന്റെ പശ്ചാത്തലമുണ്ട്, അതിനുള്ള ക്രമീകരണങ്ങളുണ്ട്, സാമൂഹിക അകലമൊക്കെ പാലിച്ചുകൊണ്ടുള്ള വോട്ടെണ്ണൽ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, വാശിയേറിയ തെരഞ്ഞെടുപ്പ് കോഴിക്കോട് നടന്നു. അതിൻ്റെ ഫലം ഇന്ന് അറിയാനിരിക്കുകയാണ്. 8 മണിയോടുകൂടി, ഏകദേശം 8:15 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. വോട്ടെണ്ണൽ ദിവസവും അതിൻ്റെ വാശിക്ക്, തെരഞ്ഞെടുപ്പിൻ്റെ വാശിക്കും അതിൻ്റെ ആ പോരാട്ടത്തിൻ്റെ ചൂടിനുമൊന്നും ഒരു കുറവുമില്ല കോഴിക്കോട്. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് റൂറൽ പരിധിയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടകര, നാദാപുരം,
പേരാമ്പ്ര, കുറ്റ്യാടി തുടങ്ങിയ 5 ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് ദിവസവും അതിന് മുൻപുമൊക്കെ അവിടെ ചില പ്രദേശങ്ങളിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരമൊരു നീക്കം ജില്ലാ കളക്ടർ നടത്തിയിരിക്കുന്നത്. അതായത് കനത്ത സുരക്ഷയിൽ തന്നെയാണ് വോട്ട് എടുപ്പ് ദിവസം ഉള്ള സുരക്ഷയെ പോലെ തന്നെയാണ് വോട്ടെണ്ണൽ ദിവസവും കനത്ത സുരക്ഷയിലാണ് കോഴിക്കോട് ജില്ല എന്ന് എടുത്തു പറയേണ്ടി വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കാവിലാണ്. അവിടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത്. തീപാറുന്ന പോരാട്ടം നടന്ന സ്ഥലം തന്നെയാണ് കോർപ്പറേഷൻ. LDFിൻ്റെ കുത്തകയാണ്. അത് ഇത്തവണ തിരിച്ചു പിടിക്കണമെന്നുള്ള ഉറച്ച പോരാട്ടമാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം BJPയും 7 അംഗങ്ങളാണ് BJPക്കുള്ളത്. അവർ നില മെച്ചപ്പെടുത്തുമെന്ന ഒരു കണക്കുകൂട്ടലിലാണുള്ളത്. ഒപ്പം തന്നെ വിവിധ നഗരസഭകളിലും 7 നഗരസഭകളിലും നഗരസഭാ പരിധിയിൽ തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നഗരസഭയിൽ ഒരു നഗരസഭ, കൊടുവള്ളി നഗരസഭ മാത്രമാണ് UDFിൻ്റെ കൈവശം ഇപ്പോഴുള്ളത്. പക്ഷേ രാമനാട്ടുകരയും ഫറോക്കും പയ്യോടിയും ഒക്കെ തിരിച്ചു പിടിക്കുമെന്ന UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷേ ഇത്തവണ അത് മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. പക്ഷേ ഇത്തവണ കോഴിക്കോട് ജില്ലയെ ശ്രദ്ധേയമാക്കുന്നത് വെൽഫെയർ പാർട്ടി UDF സഖ്യം അത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മുക്കം നഗരസഭാ പരിധിയിൽ കുറ്റ്യാടി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ എങ്ങനെയായിരിക്കും വെൽഫെയർ പാർട്ടി ബന്ധം UDFിനെ സഹായിക്കുക? അത് നേട്ടമാകുമോ, അതല്ല മറ്റിടങ്ങളിൽ അത് UDFിന് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആകാംക്ഷയും ഒക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് അതേപോലെ തന്നെ ഒരു കൂട്ടുകെട്ടാണ് വടകരയിൽ UDF RMPയുമായി ഉണ്ടാക്കിയിരിക്കുന്നത്. വടകരയിൽ ഈ 4 പഞ്ചായത്തുകളിലും 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുമൊക്കെ ജനകീയ വികസന മുന്നണിയാണ്. അതായത് UDFും RMPയും സഖ്യമായി കൊണ്ടുള്ള ജനകീയ വികസന മുന്നണിയാണ് ഇടതുപക്ഷത്തിനെതിരെ ഉള്ള പോരാട്ടം നടത്തുന്നത്. വടകര മേഖല ഇടതിന് വലിയ മേഖലയുള്ള സ്ഥലമാണ്. ഈ സഖ്യത്തിൻ്റെ പിൻബലത്തിൽ അത് തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഉള്ളത്. ആ തരത്തിൽ വിവിധ സഖ്യങ്ങളുടെ ഭാവി എന്താണ് എന്നുള്ളത് സംബന്ധിച്ച നിർണായകമാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഒപ്പം തന്നെ UDF കുത്തകയാക്കി വെച്ചിരിക്കുന്ന LDFിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF ഏതെങ്കിലും തരത്തിൽ ചലനം അങ്ങനത്തെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടുകൂടി കോഴിക്കോടിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. എന്തായാലും പല അവകാശവാദങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്നത് അറിയാൻ പോവുകയാണ്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ 8:15 തന്നെ ആദ്യ സൂചനകൾ ലഭിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ ലഭിക്കും. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു, ജനങ്ങൾ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയും ചെയ്യും. കോട്ടയത്ത് നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് ഇനി ചേരുന്നത്. പാലാ നഗരസഭയിലെ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിലാണ് സുർജിത്ത് ഉള്ളത്. സുർജിത്ത്, കേരളം ഉറ്റുനോക്കുന്ന ഒരു ഫലം തന്നെയാണ് അവിടെ നിന്നും വരാനുള്ളത്. കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി വിഭാഗം LDFിലേക്ക് എത്തുന്നു. ആരാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്, വോട്ടർമാർ ആർക്കൊപ്പം എന്നത് തെളിയിക്കാനുള്ള സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുന്നത്. അത്രമേൽ പ്രധാനപ്പെട്ടതാണ് അവിടെ ഉണ്ടാകുന്ന ഫലം എന്നത് സംബന്ധിച്ച്. അവിടെ ഒരുക്കങ്ങൾ ഏത് നിലയിലാണ്? എപ്പോഴേക്കാണ് നമുക്ക് ആദ്യ സൂചനകൾ ലഭ്യമാവുക? രേണുക, കേരളം ഉറ്റുനോക്കുന്ന മത്സരമാണ് കോട്ടയത്ത് നടന്നത്. അതിൻ്റെ പ്രധാന കാരണം ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം തന്നെയാണ്. UDF വിട്ട് LDFിൻ്റെ ഭാഗമായ ജോസ് കെ മാണി യഥാർത്ഥ കേരള കോൺഗ്രസ് ആര് എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം ഏറുകയാണ്. എക്കാലത്തും UDFിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച മണ്ണാണ് കോട്ടയം. സ്വാഭാവികമായും കോട്ടയത്ത് ഇക്കുറിയുള്ള ജനവിധി അത് മുന്നണി മാറ്റത്തിന് ശേഷം സംഭവിക്കുന്ന ജനവിധിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇരു കേരള കോൺഗ്രസുകൾക്കും നിർണായകമായ ഒന്നാണ്. ശക്തമായും വാശിയേറിയതുമായ മത്സരമാണ് ഇക്കുറി കോട്ടയം സാക്ഷ്യം വഹിച്ചത്. രാവിലെ തന്നെ പോളിംഗ് വോട്ടെണ്ണൽ ആരംഭിക്കും. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആകെ 1512 സീറ്റുകളിലേക്ക് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ 8 മണി മുതൽ 17 കേന്ദ്രങ്ങളിലായി വോട്ടെണ്ണൽ തുടങ്ങും. ആകെ മത്സരരംഗത്തുണ്ടായിരുന്നത് 5432 സ്ഥാനാർത്ഥികളാണ് ആകെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. പോളിംഗ് ആകെ വോട്ടർമാരിൽ, അതായത് 16,13,627 വോട്ടർമാരിൽ ആകെ പോളിംഗ് രേഖപ്പെടുത്തിയത് 11,93,228 വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും പ്രധാനമായ മത്സരം നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് തന്നെയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള പോരാണ് കേരള കോൺഗ്രസ് M
എമ്മിൽ നിന്നും ജോസ് കെ മാണി വിഭാഗം മുന്നണി മാറുന്നതിലേക്ക് എത്തിച്ചത് കേരള ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പോരാണ്. ഇതിൽ വളരെ വാശിയും വീറുമുള്ള മത്സരം നടന്നതും ആ ഫലം എന്തായിരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നതും കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരം തന്നെയാണ്. 22 ഡിവിഷനുകളിലേക്കാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF നിന്നും കോൺഗ്രസ് 14 വാർഡുകളിലും ജോസഫ് വിഭാഗം 8 സീറ്റുകളിലുമാണ് ഇവിടെ നിന്നും ജനവിധി തേടിയത്. LDF നിന്നും ജോസ് വിഭാഗം 9 സീറ്റുകളിലും CPM 10 സീറ്റുകളിലും CPI 3 സീറ്റുകളിലുമായി മത്സരിക്കുന്നു. ഏറെ നിർണായകമായ ഫലം തന്നെയാണ് ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് ഏവരും കാത്തിരിക്കുന്നത്. ഇതിൽ 5 സീറ്റുകളിൽ കേരള കോൺഗ്രസിലെ ഇരുവിഭാഗവും മുഖാമുഖം മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല കേരള കോൺഗ്രസ് ജനപക്ഷം ഷോൺ ജോർജ് പൂഞ്ഞാറിൽ നിന്ന് ജനവിധി തേടുന്നു എന്നുള്ള ഇതും നിർണായകമാണ്. മാത്രമല്ല പാലാ നഗരസഭയിലെ ഫലവും നിർണായകമാകും. പാലാ നഗരസഭയിലും വളരെ വാശിയേറിയതും വേറിട്ടതുമായ മത്സരമാണ് പാലാ നഗരസഭയിലും നടന്നിട്ടുള്ളത്. ആ നിലയ്ക്കൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഫലമാണ് കോട്ടയത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ഇനി ചേരുന്നു. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ആണ് ശരണ്യ സ്നേഹജൻ ഉള്ളത്. ശരണ്യ, അവിടെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആദ്യം അറിയാൻ കഴിയുക, അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യം അറിയാൻ കഴിയുക ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നുള്ള വോട്ടുകളാണ്, എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ? തീർച്ചയായിട്ടും രേണുക, സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം, അതായത് കൃത്യമായ സമയത്ത് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് നമ്മളോട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 42 ഗ്രാമപഞ്ചായത്തുകൾ ആണ് കഴിഞ്ഞ തവണ LDF-നൊപ്പം ഉണ്ടായിരുന്നത്. LDF-ന്റെ കുത്തകയായി നിൽക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം മാറുമെന്നതിനെ സംബന്ധിച്ചാണ് അല്പം മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഫലം നൽകാനാവുക. അതോടൊപ്പം തന്നെ 72 ഗ്രാമപഞ്ചായത്തുകളാണ് മത്സരം നടന്നത്. ഒപ്പം തന്നെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും 6 നഗരസഭകളിലുമായിരുന്നു ആലപ്പുഴ ജില്ലയിൽ 83% മേൽ പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്തായാലും 17 ലക്ഷത്തോളം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5462 സ്ഥാനാർത്ഥികളാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി ജനവിധി തേടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഗേൾസ് ഹൈസ്കൂളാണ്. ഗേൾസ് ഹൈസ്കൂളിൽ നഗരസഭകളുടെ വോട്ടെണ്ണലാണ് ആദ്യം ആരംഭിക്കുക. 12 ബ്ലോക്കുകളിലും ഒപ്പം തന്നെ 6 നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിലുമായാണ് വോട്ടെണ്ണൽ ഉള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഒരേ നിലയിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടി ജില്ല ഉറ്റുനോക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് നഗരസഭയാണ്. നഗരസഭകൾ വ്യക്തമായ ആധിപത്യം UDF-നുള്ള സ്ഥലമാണ്. ഉൾപാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം 3 നഗരസഭകൾ CPM-ന് LDF-ന് ലഭിക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ആ നഗരസഭകളിലെ കുത്തക അതേപോലെ തന്നെ നിലനിർത്തേണ്ട ആവശ്യകത UDF-നുമുണ്ട്. 6 നഗരസഭകളിൽ ആലപ്പുഴ ജില്ലയിൽ 4 ഇടങ്ങളിൽ UDF-ന് കൃത്യമായ ആധിപത്യമുള്ള ഇടങ്ങളാണ്. ആ 4 ഇടങ്ങൾ ഇത്തവണ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. എന്തായാലും ട്രെൻഡ് അനുകൂലം. ആദ്യഘട്ടങ്ങളിലൊക്കെ UDF പ്രചാരണത്തിൽ പിന്നിലായിരുന്നുവെങ്കിലും അവസാന ലാപ്പിൽ അവർ കൃത്യമായി രംഗത്തെത്തുകയും അത് വലിയ വാശിയേറിയ രീതിയിലേക്ക് മത്സരങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ജില്ലയിൽ ത്രികോണ മത്സരമായിരുന്നു. NDA അടക്കമുള്ള തിരുവനന്തപുരം, ഒപ്പം തന്നെ പാണ്ടനാട്, വെൺമണി തുടങ്ങിയ ചെങ്ങന്നൂർ പ്രദേശങ്ങളൊക്കെ NDAക്ക് കൃത്യമായ ആധിപത്യം അവരും അവിടെ പുലർത്തിപ്പോന്നിരുന്നു. ഈ പഞ്ചായത്തുകളിലൊക്കെ എങ്ങനെ ജനവിധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴയിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ വെൺമണി അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഈ BJP വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാവേലിക്കര നഗരസഭ ഇത്തവണ വലിയ തോതിൽ BJPക്ക് സ്വാധീനം ചെലുത്താൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാവേലിക്കര നഗരസഭയിൽ വലിയൊരു ഒറ്റക്കക്ഷി ആവാനുള്ള സാധ്യതയൊക്കെ NDA സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. NDA പ്രതീക്ഷ പുലർത്തുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ളവ ആലപ്പുഴയെ സംബന്ധിച്ചുണ്ട്. അതേസമയം ഇടതിന് അവരുടെ ശക്തി തുടരാനാകുമോ, അവരുടെ മേധാവിത്വം തുടരാനാകുമോ എന്നതും കാത്തിരിക്കുകയാണ്. എന്തായാലും വോട്ടെണ്ണൽ 8 മണിക്ക് തന്നെ ആരംഭിക്കും. 8:15 ആദ്യം ഫലസൂചനകൾ ലഭ്യമാകും. മറ്റ് പ്രതിനിധികളിലേക്ക് കൂടി പോകണം. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വീണ്ടും വോട്ടെണ്ണലിന്റെ ക്രമീകരണങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തുടരുകയാണ്. തൃശ്ശൂരിൽ നിന്ന് സുവി വിശ്വനാഥാണ് ഇനി ചേരുന്നത്. മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെമ്പുകാവിലെ.
അവിടെയാണ് സുവി ഇപ്പോഴുള്ളത്. സുവി, അവിടെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ ഏത് നിലയ്ക്കാണ്? തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. NDA ഒരു ശക്തിയായി അവിടെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ട്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കാനിരിക്കുന്നു. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? രേണുക, തൃശ്ശൂരിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ നടന്നിരുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ എടുത്തു പറയുകയാണെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ നിലവിൽ ഭരിക്കുന്നത് LDF ആണ്. എങ്കിൽ കൂടിയും ഇത്തവണ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഭരണം നേടിയെടുക്കാം എന്ന പ്രതീക്ഷയാണ് UDF നിലനിർത്തുന്നത്. ഇത്തവണ 28-നും 32-നും ഇടയിൽ സീറ്റ് പിടിക്കാമെന്നാണ് UDF കരുതുന്നത്. ആകെ 55 ഡിവിഷനാണുള്ളത്. നിലവിൽ 27 സീറ്റാണ് LDFിനുള്ളത്, 22ആണ് UDFിനുള്ളത്. എന്നാൽ BJP കഴിഞ്ഞ തവണ 6 ഡിവിഷനുകൾ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് 9-നും 15-നും ഇടയിലേക്ക് BJP വരും എന്നൊരു പ്രതീക്ഷയാണ് NDAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ BJP കൂടുതൽ സീറ്റുകൾ വരികയും മറ്റ് ഇടതുമുന്നണിക്കോ UDFിനോ കൃത്യമായ തോതിൽ വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിക്കാതെ വരികയും ചെയ്യുകയാണെങ്കിൽ അത് ഭരണത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും എന്നാണ് പറയുന്നത്. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നത്. 55 ഡിവിഷനുകളിലും ശക്തമായ പോരാട്ടം തന്നെ നടക്കുന്നു. UDFിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ 3 ഇടങ്ങളിലാണ് വലിയ തോതിലുള്ള ഒരു വിമതശല്യം ഉള്ളത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അത്രത്തോളം വിമതശല്യം ഇത്തവണ ഇല്ല എങ്കിലും കോർപ്പറേഷനിൽ 3 ഡിവിഷനുകളിൽ വലിയ തോതിലുള്ള വിമതശല്യമുണ്ട്. ഒന്ന് കിഴക്കമ്പാട്ടുകര, നെട്ടിശ്ശേരി, തൈക്കാട്ടുകര എന്നിവയാണ് ഇവ. ഈ നെട്ടിശ്ശേരിയിലും തൈക്കാട്ടുകരയിലും വിമത സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. ഏതായാലും തൃശ്ശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 71% പോളിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് 63%ത്തിലേക്ക് ഇടിഞ്ഞു. ഇങ്ങനെ പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായത് എന്ത് തരത്തിലാണ് ബാധിക്കുക എന്നാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത്. 3 മുന്നണികളും ഒരേ സമയം പ്രതീക്ഷ പുലർത്തുമ്പോഴും എങ്ങനെ ഏത് തരത്തിൽ ഈ വോട്ട് വ്യത്യാസം മാറും എന്നുകൂടെ നോക്കിക്കാണുന്നുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും അധികം സംസ്ഥാന രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നത് വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നാണ്. വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ LDF ആണ് മുന്നേറ്റമുണ്ടാക്കിയത്. LDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. എങ്കിലും വടക്കാഞ്ചേരി ഫ്ളാറ്റ് വിവാദം വലിയ ചർച്ചാ വിഷയമായ ഒരു സാഹചര്യത്തിൽ ഇത് ഏത് തരത്തിലാണ് ബാധിക്കുക എന്നതാണ് ഇരു മുന്നണികളും നോക്കുന്നത്. UDFും LDFും ഇത് തന്നെയാണ് നോക്കുന്നത്. അനിൽ അക്കരെ MLA ആണ് ഈ വിവാദവുമായി ആദ്യം രംഗത്ത് വന്നത്. മന്ത്രി AC മൊയ്തീനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും അനിൽ അക്കരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വടക്കാഞ്ചേരി ഏത് തരത്തിൽ വിധിയെഴുതും എന്നാണ് ഏവരും. തീർച്ചയായും തൃശ്ശൂരിൽ നിന്ന് നോക്കുമ്പോൾ വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഏറ്റവും പ്രധാനത്തോടെ ആളുകൾ ഉറ്റുനോക്കുന്ന സ്ഥലങ്ങളാണ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിലാകെ തന്നെയും 2015-നേക്കാൾ ഉയർന്ന ഒരു സാഹചര്യം എന്നത് പലയിടങ്ങളിലും ത്രികോണ മത്സരം ഉറപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. അവരുടെ ശക്തി ആ നിലയ്ക്ക് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വലിയ പ്രതീക്ഷ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP അവരുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം വെച്ച് പുലർത്തുന്നുണ്ട്. ആ അവകാശവാദങ്ങൾ അത് എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു എന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്ദീപ്, ഇടുക്കിയെ സംബന്ധിച്ച് UDFിന് വലിയ മേധാവിത്വം ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഉണ്ട്. എന്നാൽ ഇടതിനെ സംബന്ധിച്ചുള്ള ചില മേൽക്കോയ്മകൾ ഗ്രാമപഞ്ചായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണ്? വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പിനൊടുവിൽ കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷകൾ എങ്ങനെയാണ് മുന്നണികൾ പുലർത്തുന്നത്? ജില്ലയിൽ 10 കൗണ്ടിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇന്നലെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ കളക്ടർ നമ്മോട് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടുകളാവും ആദ്യം എണ്ണുക. ജില്ലാ കളക്ടറേറ്റിലായിരിക്കും പോസ്റ്റൽ വോട്ടുകൾ എണ്ണുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷമാകും മറ്റ് വോട്ടുകൾ എണ്ണുക. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ 10 കേന്ദ്രങ്ങളിലും അപ്പോൾ തന്നെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയ സെൻ്ററുകളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ കേന്ദ്രങ്ങളിലും മീഡിയ സെൻ്ററുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 8 കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. ഏറെ നിർണായകമായ ഇടുക്കി ജില്ലയിൽ ഏറെ നിർണായകമായി കാണുന്ന ഒരു ഫലപ്രഖ്യാപനമായിരിക്കും ഇത്. കാരണം ഇടത് വലത് NDA മുന്നണികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ വളരെ വാശിയോടെ തന്നെ പ്രചാരണ രംഗത്തടക്കം സജീവമായി നിന്നിരുന്ന
വന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഇത്തവണ പോളിംഗ് ശതമാനവും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ജില്ലയിൽ കേരള കോൺഗ്രസിൻ്റെ നിലപാട്, ചുവടുമാറ്റം, ഇതെല്ലാം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു ഫലപ്രഖ്യാപനമാകും ഇത് തന്നെയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. സന്ദീപ് രാജാക്കാട് ഇടുക്കിയിലെ വിവരങ്ങൾ നൽകിയത്. ഇനി കൊല്ലത്തേക്ക് പോകുന്നു. അവിടെ വി വിനോദുണ്ട്. തേവള്ളിയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് വി വിനോദ് ഉള്ളത്. വിനോദ്, കൊല്ലത്തെ സാഹചര്യം, ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കോർപ്പറേഷനിലാകട്ടെ മുനിസിപ്പാലിറ്റിയിലാകട്ടെ എല്ലായിടത്തും ഇടതിന് വലിയ മുൻതൂക്കം അവകാശപ്പെടാൻ കഴിയുന്ന ജില്ലയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ പ്രചാരണവും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും എന്തൊക്കെ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്? എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരുക്കങ്ങൾ എന്തൊക്കെ? രേണുക, കൊല്ലം കോർപ്പറേഷനിലെ വോട്ടുകൾ എണ്ണുന്ന തേവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസിൻ്റെ കർശനമായ സുരക്ഷ ഉണ്ടായിരുന്നു. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തിദുർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജില്ലയാണ് കൊല്ലം. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ പൂർണ്ണമായും ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ജില്ല. ആ തരത്തിലാണ് വോട്ടർമാരുടെ പ്രതികരണം എല്ലാ കാലവും ഉണ്ടായിട്ടുള്ളത്. 2000 കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ ഇതുവരെ ഇടതുപക്ഷം മാത്രമാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് മറ്റ് നിലകൾ കൂടി പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തിലുള്ള ആകെ 26 ഡിവിഷനുകളിൽ 22ഇടത്തും നിലവിൽ LDF ആയിരുന്നു. 4 മുനിസിപ്പാലിറ്റികൾ ഉള്ളതിൽ 4ഇടത്തും LDFിൻ്റെ ഭരണമായിരുന്നു. 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 11ഇടത്തും LDFിൻ്റെ ഭരണം. 68 ഗ്രാമപഞ്ചായത്തുകളിൽ 57ഇടത്തും LDFിൻ്റെ ഭരണസമിതികളായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ LDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ഈ കാലങ്ങളിലൊക്കെ തന്നെ പ്രചരണ സമയത്തൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന് എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളാണ് UDFും BJPയും പ്രധാനമായും പ്രചരണ ആയുധമാക്കിയത്. പ്രാദേശിക വിഷയങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന വിഷയങ്ങളും വലിയ തോതിൽ പ്രചരണമാക്കി. പക്ഷേ UDFിനെ സംബന്ധിച്ച് എല്ലാ കാലത്തെയും പോലെ തലവേദനയായത് വിമതശല്യവും ഗ്രൂപ്പിസവുമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ DCC ഓഫീസിന് മുന്നിലെത്തി സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് പ്രതിഷേധമുയർത്തിയിരുന്നു. പിന്നീട് പല വാർഡുകളിലും 2ലധികം സ്ഥാനാർത്ഥികൾ തന്നെ UDFിൻ്റെ ഭാഗമായി വിമതരായി വരുന്ന സാഹചര്യമുണ്ടായി. കൊല്ലത്ത് എല്ലാ കാലവും UDF നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി മറികടന്ന് അല്പമെങ്കിലും മെച്ചമുണ്ടാക്കാൻ കഴിയുമോ എന്ന ഒരു ഉറ്റുനോക്കലിലാണ് UDF കേന്ദ്രങ്ങൾ. പ്രത്യേകിച്ച് നഗരസഭാ ഭരണത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നില്ലെങ്കിൽ കൂടി പുനലൂർ, കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റികൾ, കരുനാഗപ്പള്ളിയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. കൊല്ലം ജില്ലയിൽ തന്നെ UDFിനോട് അല്പമെങ്കിലും ആഭിമുഖ്യം കാണിക്കുന്ന, അസംബ്ലി തിരഞ്ഞെടുപ്പുകളിലടക്കം ആഭിമുഖ്യം കാണിക്കുന്ന ഒരിടമാണ് കരുനാഗപ്പള്ളി. അവിടെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പുനലൂരിൽ UDFിൻ്റെ സാധ്യത അവർ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് CPIയിൽ നിൽക്കുന്ന തർക്കം കാരണം തന്നെയാണ്. നേരത്തെ PS സുബാലിനടക്കം എതിരെ എടുത്ത നടപടികൾ മലയോര മേഖലയിൽ വലിയ തോതിൽ CPIയിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സാധ്യതയായി UDF കാണുന്നു. മറ്റൊന്ന് പറയേണ്ടത് BJPയുടെ ഒരു മുന്നേറ്റമാണ്. ഏതെങ്കിലും തരത്തിൽ ഭരണസമിതികൾ പിടിച്ചെടുക്കുക എന്നത് വിദൂര സ്വപ്നമാണെങ്കിൽ കൂടി മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് BJP പ്രചരണ സമയത്ത് അവരുടെ ഒരു പ്രകടനം കാഴ്ചവെച്ചത്. ശരി, വി വിനോദാണ് കൊല്ലത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. ഇനി വയനാട്ടിലേക്കാണ്. രതീഷ് വാസുദേവൻ ഉണ്ട് അവിടെ. വയനാട് കൽപ്പറ്റ SKMJ ഹൈസ്കൂളിലാണ് രതീഷ് ഉള്ളത്. രതീഷ്, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാട്ടിലാണ്. അത് ആരെ തുണയ്ക്കുന്നു, ആർക്കൊപ്പം എന്നത് അറിയേണ്ടതുണ്ട്. ഇടത് വലത് മുന്നണികളെ മാറി മാറി പിന്തുണയ്ക്കുന്ന ഒരു സ്വഭാവം വയനാടിനെ സംബന്ധിച്ചുണ്ട്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ എങ്ങനെയാണ് ഫലം കാക്കുന്നത്? രേണുക, തീർച്ചയായും ഇരു മുന്നണികൾക്കും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇന്ന് വരിക. ജില്ലയിലെ 7 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത്. 3 താലൂക്കുകളിലും പനമരം പഞ്ചായത്തിലുമായി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റ ജില്ലാസ്ഥാനമായ കൽപ്പറ്റയിലെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലാണ്. വലിയ പ്രതീക്ഷ ഇരുപക്ഷത്തിലുമുണ്ട്. കാരണം 2015 തുടർച്ച ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് LDF. അതുപോലെ തന്നെ 2010 പോലെ വലിയ തരംഗം വരികയും UDFിന് വലിയ മേൽക്കൈ ലഭിക്കുമെന്നാണ് UDF ക്യാമ്പ് കരുതുന്നത്.
3 നഗരസഭകളും ഇപ്പോൾ ഇടതിനോടൊപ്പമാണ്. എന്നാൽ അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഭാഗമായാണ് 2 നഗരസഭ UDF-നെ നഷ്ടപ്പെടാൻ കാരണമായതെന്നും പുതിയ സാഹചര്യത്തിൽ അത് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുമാണ് UDF കേന്ദ്രങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് UDF-ന് മേൽക്കൈയുള്ള ഇടമാണ്. അത് ഈ ഭരണ സാഹചര്യത്തിൽ വലിയ തരത്തിൽ നേട്ടങ്ങളുടെ ഭാഗമായി അത് ജില്ലാ പഞ്ചായത്തും തിരികെ പിടിക്കാമെന്നാണ് കരുതുന്നത്. അതുപോലെ ഗ്രാമപഞ്ചായത്തിൽ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനാണ്. അത് തുടരാനും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ആധിപത്യം ഉറപ്പിക്കാനും സാധിക്കുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. BJP-യും വലിയ പ്രതീക്ഷയുണ്ട്. BJP-ക്ക് 13 ഇടങ്ങളിൽ വലിയ മേൽക്കൈ ഉണ്ടായി. 13 മെമ്പർമാരുണ്ട് ജില്ലയിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അത് വീണ്ടും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് UDF കരുതുന്നത്. തോട്ടം മേഖലയിലെയും ആദിവാസി കാർഷിക മേഖലകളിലെയും പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ ഇടയാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണിത്. മാത്രവുമല്ല LDF-നെ സംബന്ധിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന്റെ വരവ്, അതുപോലെ തന്നെ LJD-യുടെ രംഗപ്രവേശനം ഒക്കെ തന്നെ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. സുൽത്താൻ ബത്തേരി. ശരി, രതീഷ് വാസുദേവൻ അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ മുന്നണികളെ സംബന്ധിച്ചും. അത് 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ 8:15 മുതൽ തന്നെ ഫലസൂചനകൾ വന്നു തുടങ്ങും. ഉച്ചയ്ക്ക് മുൻപ് ഫലം പൂർണ്ണമായും അറിയാൻ കഴിയും. ആദ്യം പോസ്റ്റൽ വോട്ടുകളും സ്പെഷ്യൽ ബാലറ്റുകളുമാണ് എണ്ണുക. അതിനുശേഷമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക. നമുക്ക് മറ്റ് പ്രതിനിധികളിലേക്ക് കൂടി പോകണം. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് ഇനി നമുക്കൊപ്പം ചേരുന്നത്. മലപ്പുറം മുനിസിപ്പാലിറ്റി ഓഫീസിലാണ് അനുമോദുള്ളത്. അനുമോദ്, മലപ്പുറത്തെ സംബന്ധിച്ച് UDF-ന് വലിയ മേധാവിത്വമുണ്ട്. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭകളിലുമൊക്കെ വലിയ മേധാവിത്വമുണ്ട്. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടും മലപ്പുറത്തിന്റെ വോട്ടെടുപ്പ് വളരെ പ്രാധാന്യമേറിയതാണ്. വോട്ടെണ്ണൽ ദിനത്തിൽ സംഘർഷങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലുള്ള വാശിയും വീറുമേറിയ പ്രചരണവും വോട്ടെടുപ്പും ഒക്കെയാണ് അവസാനിച്ചത്. ഇപ്പോഴത്തെ ഒരുക്കങ്ങൾ ഏത് നിലയ്ക്കാണ്? നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് സുരക്ഷ എങ്ങനെ ഒരുക്കിയിരിക്കുന്നു? രേണു, ഞാൻ നിൽക്കുന്നത് മലപ്പുറം മുനിസിപ്പാലിറ്റി ഓഫീസിലാണ്. ഇവിടെയാണ് മലപ്പുറം നഗരസഭയിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. ജില്ലയിൽ ആകെ 28 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വോട്ടുകൾ അതത് സ്ഥലങ്ങളിൽ, അതായത് 15 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. അത് 15 കേന്ദ്രങ്ങളിലും, 12 നഗരസഭയിലെ വോട്ടുകൾ 12 നഗരസഭ കേന്ദ്രങ്ങളിലും, ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടുകൾ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലും വെച്ചാണ് എണ്ണിത്തിട്ടപ്പെടുത്തുക. 28 കേന്ദ്രങ്ങളിലായിട്ടുള്ള വോട്ടെണ്ണൽ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഏറ്റവും അധികം കോവിഡിൻ്റെ വ്യാപനമുള്ള ജില്ലയിൽ ഒന്നാണ് മലപ്പുറം. അതുകൊണ്ടാണ് കൊട്ടിക്കലാശം പോലെ ഒഴിവാക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയത്. കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് കളക്ടറുടെ നിർദ്ദേശങ്ങളൊന്നും വകവയ്ക്കാതെ ആളുകൾ തെരുവിലിറങ്ങിയതും പലയിടത്തും സംഘർഷം ഉണ്ടായതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഒരു സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ തന്നെ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറത്തിൻ്റെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ വിജയങ്ങൾ വലിയ ആഘോഷങ്ങളാക്കുന്ന രീതിയാണ് മലപ്പുറത്തുള്ളവർ. അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. ആ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നത് നിയന്ത്രിക്കുക എന്നത് വലിയ ഒരു വെല്ലുവിളിയാണെന്ന്. അതുകൊണ്ടാണ് നിരോധനാജ്ഞ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നിലവിൽ വന്നിരിക്കുന്നത്. പരസ്യമായിട്ടുള്ള ആഘോഷങ്ങൾക്കും റോഡ് വഴി തടസ്സപ്പെടുത്തിയുള്ള ആഘോഷങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്രമാത്രം പാലിക്കപ്പെടുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അതിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുന്ന ഒരു UDF-ആണ് ജില്ലയിലുള്ളത്. ഈ ഒരു ഐക്യത്തിന് പുറമെ വെൽഫെയറുമായി നിരവധി പഞ്ചായത്തുകളുണ്ടാക്കിയ നീക്കുപോക്ക്, 30ഓളം പഞ്ചായത്തുകളിൽ നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 ഘടകങ്ങൾ കൊണ്ട് ഇത്തവണ UDF തൂത്തുവാരും എന്നൊരു പ്രതീക്ഷ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്, പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് LDF-നെ സംബന്ധിച്ച് ഈ തവണ ഈ ഒരു 2 പ്രശ്നങ്ങൾ, അതായത് UDF-ൻ്റെ ഐക്യം, അതുപോലെ നീക്കുപോക്കുകൾ, ഇതൊക്കെ LDF-നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളായിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഫലം UDF-ന് അനുകൂലമാണെങ്കിൽ അത് മലപ്പുറത്ത് വലിയ ഒരു മാറ്റത്തിന് തന്നെ വഴിയൊരുക്കും. കാരണം കഴിഞ്ഞ തവണ 37 പഞ്ചായത്തുകളിൽ
104 പഞ്ചായത്തിൽ 37 ഇടങ്ങളിലാണ് LDF വിജയം നേടിയത്. അതുപോലെ തന്നെ നഗരസഭകളിൽ 3 ഇടങ്ങളിൽ LDF നേട്ടം കൈവരിച്ചിരുന്നു. 15 ബ്ലോക്ക് പഞ്ചായത്തിൽ 3 ഇടങ്ങളിൽ LDFിനൊപ്പം നിന്നിരുന്നു. 32 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 5 എണ്ണം LDF നേടിയിരുന്നു. ഇതൊക്കെ LDFിനെ സംബന്ധിച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇത്രയൊന്നും പോകാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തൽ UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ LDF ആകട്ടെ നേട്ടങ്ങൾ നിലനിർത്തും, അല്പം കൂടി മെച്ചപ്പെടുത്തും എന്നൊരു പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. സാഹചര്യങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ UDFിന്റെ ഐക്യവും ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ UDFിന് പക്ഷേ ഒരു മുൻതൂക്കം അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ജില്ല ഭാവിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂട്ടുകെട്ടുകൾ സംബന്ധിച്ച് മലപ്പുറത്തെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വളരെ നിർണായകമാകും. കോൺഗ്രസിൽ അത് ഏതൊക്കെ തരത്തിൽ പ്രതിഫലിക്കും എന്നതും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. CV അനുമോദാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടിംഗ് രേഖപ്പെടുത്തിയ ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. ആ വോട്ടിങ്ങിലെ കുറവ് അത് ആർക്കാണ് പണി കൊടുക്കുക എന്ന് അറിയേണ്ടതുണ്ട്. അതിന്റെ ഫലം സൂചനകൾ എന്തായാലും 8:15 വന്നു തുടങ്ങുകയാണ്. വോട്ടെണ്ണലിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ തവണത്തെ LDFിന്റെ മേധാവിത്വം ഇത്തവണ അത് തകരുമോ, അവർക്ക് തുടരാനാകുമോ എന്നതിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് അവരുടെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത്? പത്തനംതിട്ട ജില്ലയിലെ വോട്ടിംഗ് എണ്ണം കേന്ദ്രങ്ങളെല്ലാം പൂർത്തിയായി. കാരണം ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും രാവിലെ തന്നെ എല്ലാം സജ്ജമായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 സ്ഥലങ്ങളിലാണ് പത്തനംതിട്ട ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 4 നഗരസഭകളിലും 8 ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തന്നെ ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷമായി ഈ വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കുക. പത്തനംതിട്ടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യ ഫല സൂചനകൾ 8:15 ലഭിക്കും. പത്തനംതിട്ടയ്ക്ക് പ്രത്യേകമായുള്ളൊരു പ്രത്യേക എന്താ പറയുക രാഷ്ട്രീയ സ്ഥലമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ UDFിന് ഒരു മേൽക്കൈയുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത്തരമൊരു മേൽക്കൈ UDFിനുണ്ടായിരുന്നു. പക്ഷേ LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും വിജയിച്ചതോടുകൂടി, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും പൂർണ്ണമായി വിജയിച്ചതോടുകൂടി ഈ മേൽക്കൈ UDFിൻ്റെ അപ്രമാദിത്വം ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നഗരസഭകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും ഒരു നേരിയ മുൻതൂക്കം ഇപ്പോൾ UDFിന് തന്നെയാണുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മാത്രമാണ് LDFിന് ഇത്തരത്തിലൊരു ചെറിയ രീതിയിലുള്ള ഒരു മുൻതൂക്കമുള്ളത്. എന്തായാലും ഇരു മുന്നണികളും BJP അടക്കമുള്ള മുന്നണികൾ ഈ വലിയൊരു പ്രതീക്ഷ പത്തനംതിട്ട ജില്ലയിൽ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കാരണം വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുള്ള ഒരു വോട്ടിംഗ് ശതമാനമാണ് NDA മുന്നണി, അതായത് BJP അടക്കം ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ 3 മുന്നണികളും പത്തനംതിട്ട ജില്ലയിൽ വെച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ അല്പസമയം കൂടി ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ട്രോങ് റൂമിൽ ബാലറ്റ് യൂണിറ്റുകൾ എത്തിക്കുന്നതോടുകൂടി ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി പാലക്കാട്ടേക്ക് പ്രസാദ് ഉടുമ്പിശ്ശേരിയുണ്ട്. അവിടെ പാലക്കാട് നഗരസഭാ ഓഫീസിലാണ് പ്രസാദ് ഉടുമ്പിശ്ശേരി ഉള്ളത്. പ്രസാദ്, വോട്ടെണ്ണൽ തുടങ്ങിയാൽ ഒരുപക്ഷെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം അവിടെ നിന്നുള്ളത് തന്നെയാണ്. പാലക്കാട് നഗരസഭ BJP നിലനിർത്തുമോ എന്നത് NDAയുടെ അവകാശവാദങ്ങൾ വളരെ വലുതാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ അവർക്ക് പാലക്കാട് നഗരസഭ എന്തായാലും നിർത്തിയേ മതിയാകൂ എന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുള്ളത് പാലക്കാട് നഗരസഭ തന്നെയാണ്. പാലക്കാട് നഗരസഭയിൽ ഇത്തവണ BJP ഭരണം നിലനിർത്തുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്നത്. BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. അവർ 31 സീറ്റുകൾ വരെ നേടും എന്നുള്ളതാണ് BJPയുടെ കണക്കുകൾ. അതോടൊപ്പം തന്നെ UDFിൻ്റെ ബൂത്ത് തല കണക്കുകൾ പ്രകാരം 28 സീറ്റുകൾ വരെ അവർക്ക് ലഭിക്കാം എന്നുള്ളതാണ്. CPMും നില മെച്ചപ്പെടുത്തും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണുള്ളത്. എങ്കിൽ പോലും ഈ പാലക്കാട് നഗരസഭയ്ക്കൊപ്പം തന്നെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളത് തൊട്ടടുത്തുള്ള പഞ്ചായത്ത്, അകത്തേത്ര പഞ്ചായത്ത് കൂടിയാണ്. പാലക്കാട് ജില്ലയിൽ രേണുക സൂചിപ്പിച്ചതുപോലെ 21 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ഇതിൽ 20 എണ്ണം 13 ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളും 7
7 നഗരസഭകളും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ വോട്ടെണ്ണുന്നതിനുള്ള മറ്റൊരു വോട്ടെണ്ണൽ കേന്ദ്രവുമാണ് നിലവിലുള്ളത്. മറ്റു മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നഗരസഭകൾ വന്നു കഴിഞ്ഞാൽ UDFനാണ് മുൻകൈ നിലവിൽ ഉള്ളത്. പക്ഷേ ഇതിൽ മാറ്റം വരും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഷൊർണൂരും ഒറ്റപ്പാലവും LDF കഴിഞ്ഞ വലിയ നേട്ടം ഉണ്ടാക്കുന്ന നഗരസഭകളാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ചെർപ്പളശ്ശേരി, മണ്ണാർക്കാട്, ചിറ്റൂർ തുടങ്ങിയ നഗരസഭകളിൽ ഇത്തവണ വിജയം നേടും എന്നൊരു ആത്മവിശ്വാസമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച്, അതായത് 2015 അപേക്ഷിച്ച് ഇത്തവണ മറ്റ് പ്രശ്നങ്ങൾ കുറവായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയം എന്നുകൂടി പറയാം. അതിൻ്റെ ഒരു ആത്മവിശ്വാസം UDFനുണ്ട്. എന്നാൽ പാലക്കാട് നഗരസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ UDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ മാത്രമാണ് ഒരു ചെറിയ പ്രശ്നങ്ങളുള്ളത്. കാരണം UDFന് ജയിക്കാൻ സാധ്യതയുള്ള, അതായത് വളരെയേറെ സാധ്യതയുള്ള 3 വാർഡുകളിൽ അവിടെ UDFന് റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അവരുടെ നഗരസഭയിലെ അവരുടെ വിജയ സാധ്യതയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ റിബലുകൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. മുൻ DCC സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ റിബലായി മത്സരിക്കുന്ന ഒരു സാഹചര്യം, KPCC ജനറൽ സെക്രട്ടറിക്കെതിരെ റിബലായി മത്സരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ പാലക്കാട് നഗരസഭയിൽ UDFന് വെല്ലുവിളിയാണ്. ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു ആരോപണം ഉയർന്നിരുന്നത് പാലക്കാട് നഗരസഭയിൽ BJP വരുന്നത് ഒഴിവാക്കാൻ CPM-മായി ഒരു നീക്കുപോക്ക് UDF ഉണ്ടാക്കി എന്നൊരു ആരോപണം BJP ഉന്നയിച്ചിരുന്നു. അത്തരം വോട്ടിംഗ് എല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ വിജയസാധ്യതയെ ബാധിക്കുമോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ വിജയത്തെ നോക്കുമ്പോൾ 9 സീറ്റുകളിൽ വളരെ കുറഞ്ഞ 9 വാർഡുകളിൽ വളരെ കുറഞ്ഞ വോട്ടിനാണ് BJPയും LDF വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ മറിയുമെന്നൊരു പ്രതീക്ഷ BJP. പാലക്കാട്ടെ സാഹചര്യമാണ് പ്രസാദ് ഉടുമ്പശ്ശേരി വിശദീകരിച്ചത്. ഇനി കണ്ണൂരിൽ നിന്ന് മനു ഭരത്താണ് ചേരുന്നത്. മുനിസിപ്പൽ സ്കൂളിലാണ് മനു ഭരത് ഉള്ളത്. മനു, അവിടെ സുരക്ഷ എത്രമാത്രം ശക്തമാണ്? വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെ, എത്രയിടത്തായിട്ടാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്? ഇപ്പോൾ കോർപ്പറേഷനിൽ UDF തന്നെ നിലനിർത്താനുള്ള സാഹചര്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ? രേണുക, ഇവിടെ 21 കേന്ദ്രങ്ങളാണുള്ളത്. അതിൽ 20 കേന്ദ്രങ്ങളിൽ നഗരസഭയിലെയും അതുപോലെ ബ്ലോക്കിലെയും ഒക്കെ വോട്ടുകൾ എണ്ണും. സ്പെഷ്യൽ വോട്ടുകളും അതുപോലെ തപാൽ വോട്ടുകളും എണ്ണുന്നതിനായി 21ാമത്തെ ഒരു കേന്ദ്രം കൂടി. അങ്ങനെ 21 കേന്ദ്രങ്ങളാണ് ഈ കണ്ണൂർ ജില്ലയിൽ ഈ വോട്ടെണ്ണൽ പ്രക്രിയയിൽ ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മുനിസിപ്പൽ സ്കൂളിൽ ഇവിടെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഉദ്യോഗസ്ഥർ എല്ലാം എത്തിത്തുടങ്ങുന്നതിൻ്റെയൊക്കെ, അതുപോലെ ഇലക്ഷൻ ഏജൻറ്റുകളും പോളിംഗ് ഏജൻറ്റുകളുമൊക്കെ എത്തിത്തുടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ കോർപ്പറേഷൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നത് തന്നെയാണ്. ജില്ലയിൽ മൊത്തം പൊതുവെ ഒരു LDFന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. എങ്കിലും ഈ കോർപ്പറേഷനിൽ ഇരു മുന്നണികൾക്കും ഒരു തുല്യശക്തി എന്ന തരത്തിലാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. സമാനമായ സാഹചര്യം നിലനിൽക്കുമോ എന്നതാണ് എല്ലാവരും ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നത്. പ്രധാനമായും ഇവിടെ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കും എന്ന ഒരു അവകാശവാദം കൂടി അവർ ഈ കോർപ്പറേഷനിൽ ഉന്നയിക്കുന്നുണ്ട്. അത് ഏത് തരത്തിൽ ആയിരിക്കും എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഏതായാലും 19 ലക്ഷത്തോളം ആളുകളാണ് കണ്ണൂർ ജില്ലയിൽ മൊത്തം വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 8 ഇതിൻ്റെ ആദ്യ ഫലങ്ങൾ നമുക്ക് കിട്ടും എന്നാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ ഈ 2 പ്രധാന കാര്യങ്ങൾ കണ്ണൂർ ജില്ലയിൽ ശരി, മനു ഭാരത് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. കനത്ത സുരക്ഷയിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങളെല്ലാം കണ്ണൂരിൽ പൂർണ്ണമായിരിക്കുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇനി മിനിറ്റുകൾ എണ്ണി കാത്തിരിപ്പാണ് സംസ്ഥാനത്തിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തെന്ന് അറിയാനുള്ള കാത്തിരിപ്പ്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. കൃത്യം 8 മണിക്ക് വോട്ടെണ്ണം. 8:15 ആദ്യ ഫലസൂചനകൾ. ന്യൂസ് 18 വിപുലമായ ഒരുക്കങ്ങളാണ് ഫലം അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, തിരുവനന്തപുരം ഉറ്റുനോക്കുന്ന ഒരിടമാണ്. അവിടെ കോർപ്പറേഷൻ ആർക്കൊപ്പം എന്നതാണ് അറിയേണ്ടത്. BJP അവരുടെ വലിയ പ്രതീക്ഷയായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാമെന്ന ഒരു പ്രതീക്ഷയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. മറ്റിടങ്ങളിലേക്ക് നോക്കിയാൽ LDFന്റെ വലിയ ആധിപത്യവും കാണാം. തലസ്ഥാനം ആർക്കൊപ്പം, അവിടുത്തെ കോർപ്പറേഷൻ ആർക്കൊപ്പം എന്ന ആകാംക്ഷയ്ക്ക് ഇനി മിനിറ്റുകൾ മാത്രം. എന്താണ് കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരുക്കങ്ങൾ പൂർണ്ണമാണ്.
ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. തിരുവനന്തപുരത്ത് പൂർണ്ണമായും ഒരുക്കങ്ങൾ സജ്ജമായി ഇരിക്കുന്നു. 16 കൗണ്ടിംഗ് സ്റ്റേഷനുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അതത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ കൗണ്ടിംഗ് സെന്ററുകൾ ഒരുക്കുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം ഏറെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് വിധി ജനവിധി കാത്തിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടെണ്ണുന്നത് മാർവാനിയോസ് കോളേജിലാണ്. അവിടെ ഒരു സെന്റർ മാത്രമായിരിക്കും. 100 വാർഡുകളിലെയും ജനവിധി അറിയുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംവിധാനം ഇവിടെയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8 മണിക്ക് തന്നെ കൗണ്ടിംഗ് ആരംഭിക്കുന്നു. മറ്റ് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അല്പസമയം മുമ്പ് സ്ഥാനാർത്ഥികളടക്കം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണുന്നു എന്നത് മാത്രമല്ല, അതായത് പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യ ട്രെൻഡ് തന്നെ ഈ തപാൽ വോട്ടുകളിൽ ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത. കാരണം ഇത്തവണ സ്പെഷ്യൽ വോട്ടുകളും കൂടി സ്പെഷ്യൽ തപാൽ വോട്ട് കൂടി ഉൾപ്പെടുന്നതോടുകൂടി തന്നെ ഒരു കൃത്യമായ ട്രെൻഡ് ഇതിലൂടെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ പ്രധാനമായും സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഏറ്റവും അധികം ശ്രദ്ധേയമായ പോരാട്ടം ഇവിടെ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം 30 വർഷത്തോളമായി ഇവിടെ ഭരിക്കുന്ന 2 പതിറ്റാണ്ടിലധികമായി ഇവിടെ ഭരിക്കുന്ന ഇടതു മുന്നണിക്ക് ഇത്തവണ കടുത്ത വെല്ലുവിളിയുണ്ട്. BJP കഴിഞ്ഞ തവണ വലിയ നേട്ടം അവരുണ്ടാക്കിയിരുന്നു. കൂടുതൽ ഡിവിഷനുകളിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇത്തവണ പക്ഷേ കൂടുതൽ, അതായത് കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന തയ്യാറെടുപ്പോടെ BJP രംഗത്തുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ കരുത്തു തെളിയിക്കാൻ UDF ഉണ്ട്. ഈ തരത്തിൽ കടുത്ത വെല്ലുവിളി ഇടതുമുന്നണിക്കുണ്ട്. ഇടതുമുന്നണിക്ക് വീണ്ടും ഇവിടെ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ കഴിയുമോ എന്ന നിർണായകമായ ചോദ്യമാണ് ഉണ്ടാവുക. കൃത്യം 11 മണിയോടുകൂടി തന്നെ ഏറെക്കുറെ ഈ കോർപ്പറേഷന്റെ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ എല്ലാ ഫലങ്ങളും പൂർത്തിയാവും. ഈ തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ആ നിർണായകമായ ആകാംക്ഷയുയർത്തുന്ന ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് എന്താണ് ഉത്തരം എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 8 മണി 8:30 തന്നെ കൃത്യമായി ആദ്യ സൂചനകൾ തന്നെ പുറത്തുവരും. ശരി, തുടരുക സജിത്ത്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ഉള്ളത്. ബൈജു, അവിടെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആദ്യ മിനിറ്റുകളിൽ ഏതൊക്കെ മേഖലകളിലെ വോട്ടെണ്ണൽ വിവരങ്ങളായിരിക്കും പുറത്തുവരിക? രേണുക, ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലയിലെ പ്രധാന കൗണ്ടിംഗ് സെന്ററായ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ്. ഇവിടെ കാസർഗോഡ് നഗരസഭ, അതുപോലെ തന്നെ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലാണ് നടക്കുക. എന്തായാലും ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഈ വോട്ടെണ്ണലും നടക്കുന്നത്. 9 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടന്നത് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. നിലവിൽ 17 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ 8 LDF, 8 UDF, 7 LDF. ഒരു സീറ്റിന് വ്യത്യാസത്തിലാണ് UDF ഭരണം ഉള്ളത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ മത്സരമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിലാണ്. എന്തായാലും LDF ഭരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഇത്തവണ UDF പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. എന്തായാലും NDAക്കും വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന പല പഞ്ചായത്തുകളിലും NDAക്ക് വലിയ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് BJPക്ക് എത്ര പഞ്ചായത്തുകൾ പിടിക്കാനാകും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 38 പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്തുകളാണ് ഇപ്പോൾ BJP നിലവിൽ ഭരിക്കുന്നത്. അതേസമയം 5 പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയും BJP-യാണ്. ഇത്തവണ എത്രത്തോളം BJPക്ക് കൂടുതൽ പഞ്ചായത്തുകൾ പിടിക്കാനാവും എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളാണെങ്കിൽ 6-ൽ 4 LDF-നാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയൊരു വ്യത്യാസം വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ കാസർഗോഡ് നഗരസഭയും വർഷങ്ങളായി UDF-ന്റെ കുത്തകയാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് നഗരസഭയിലും വലിയ വ്യത്യാസമില്ലെങ്കിലും ഇവിടെ മുഖ്യ പ്രതിപക്ഷം BJP-ആണ്. 5 സീറ്റിന് വ്യത്യാസത്തിൽ BJP മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് കാസർഗോഡ്. എന്നാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് കാസർഗോഡ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നേടുക ആര് വിജയിക്കും എന്നറിയാൻ ഇനി ഏതാണ്ട് 1 മണിക്കൂറോളം മാത്രം കാത്തിരിപ്പ്. വോട്ടെണ്ണൽ 8 മണിക്ക് തന്നെ ആരംഭിക്കും. TG സജിത്ത് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സജിത്ത്, 5 മാസത്തോളം മാത്രം കാത്തിരിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉള്ള സെമി ഫൈനൽ എന്ന് ചിത്രീകരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളാണ് വരാനിരിക്കുന്നത്. നിരവധിയായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ്. ഇനി ഏതാണ്ട് അവകാശവാദങ്ങളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 1 മണിക്കൂർ മാത്രമാണ്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്? അതിനുള്ള കാത്തിരിപ്പിന്റെ സമയം ചുരുങ്ങുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നെഞ്ചിടിപ്പ് ഉയരുന്നത് എങ്ങനെ?
തീർച്ചയായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു വെല്ലുവിളി രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ട സമര ആവേശത്തിന് കാരണവും. എന്തായാലും 4 മാസത്തിന് ശേഷം സംസ്ഥാനത്തിന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്താണോ അത് അടുത്ത തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു കളമൊരുക്കലായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറ്റിയിട്ടുണ്ട്. കാരണം ആ തരത്തിൽ പ്രത്യേകതരം ക്യാമ്പയിൻ അവർ ലക്ഷ്യമിട്ട് അത്തരത്തിലാണ് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന വെല്ലുവിളി ഇടതുമുന്നണി ഏറ്റെടുക്കുന്നു. ഒപ്പം തന്നെ അത് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യമുയരുന്നു. പ്രതിപക്ഷവും ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇത്തരത്തിൽ നിർണായകമായ ചില രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഇത്തവണ ഉണ്ടാകുക. സംസ്ഥാന ഭരണം നിലനിർത്താൻ ഇടതുമുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഭേദപ്പെട്ട പ്രകടനം കൊണ്ടേ സാധിക്കൂ. കഴിഞ്ഞ 2015 വലിയ നേട്ടമുണ്ടായതാണ്. പക്ഷേ ഇത്തവണ അതേ നേട്ടം നിലനിർത്തുമോ എന്ന വലിയ ചോദ്യം അവർക്ക് മുന്നിലുണ്ട്. കാരണം അതേ നേട്ടം നിലനിർത്തിയാൽ വലിയ നേട്ടം തങ്ങളുടെ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന പ്രചരണങ്ങളൊന്നുമില്ലാതായി എന്ന വാദമുയർത്താൻ സർക്കാരിന് കഴിയും. മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടുതൽ ശക്തനായി മുന്നോട്ട് പോകാൻ കഴിയും. അതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയമുണ്ടായാൽ സ്വാഭാവികമായും ഉണ്ടാവുന്ന രാഷ്ട്രീയ കാര്യമാണ്. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്തണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ചൊരു വിജയമുണ്ടാവണം. കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടാക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ പ്രതിപക്ഷത്തിനും നിർണായകമാണ്. BJP സംസ്ഥാനത്ത് ഒരു നിർണായക ശക്തിയാകുന്നു എന്നതാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ വോട്ട് ശതമാനത്തിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിയണമെന്നതാണ് സാഹചര്യം. ഈ തരത്തിൽ 3 രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും 3 മുന്നണികൾക്കും അങ്ങനെ അത്രമേൽ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ, പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകുമോ, BJPയുടെ അവകാശവാദം ഫലിക്കുമോ തുടങ്ങിയ കാത്തിരിപ്പുകൾ ഇനി നെഞ്ചിരിപ്പിന്റെ നിമിഷങ്ങളാണ്. കേരളത്തിനെ സംബന്ധിച്ച് 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ 8:15 ആദ്യം ഫലസൂചന, അതിനുശേഷം ഉച്ചയ്ക്ക് മുൻപ് പൂർണ്ണമായും ഫലം അറിയാൻ കഴിയുന്ന സാഹചര്യം. ആദ്യം എണ്ണുക, പോസ്റ്റൽ വോട്ടുകൾ, ഒപ്പം സ്പെഷ്യൽ ബാലറ്റും ഇത്തവണ എണ്ണും. അതിൽ തന്നെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയും. വിപുലമായ ഒരുക്കങ്ങളോടെ ന്യൂസ് 18-നുമുണ്ട് ഫലം അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. തുടരുക. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. അതിൽ എഡിറ്റർ പ്രദീപ് പിള്ളയും ഗോപികൃഷ്ണനും എത്തും. ഒപ്പം വിശകലനങ്ങളും അതിഥികളും ഒപ്പം ഉണ്ടാകും. ഇടവേളയിലേക്ക്.